അങ്കമാലി കറുകുറ്റിയിലെ കണ്ണീർ മഴ പെയ്യുന്ന വീട് എവിടെയും കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ. ചെറിയ പെട്ടിക്കുള്ളിൽ ചെറുപുഞ്ചിരിയോടെ കിടക്കുന്ന കുഞ്ഞ് ഡെൽനയെ വിളിച്ചുണർത്താൻ നോക്കുന്ന അമ്മ റൂത്ത്, അലമുറിയിട്ട് കരയുന്ന അച്ഛൻ ആന്റണി, കുഞ്ഞനിയത്തിക്കൊപ്പം ഇനി കളിക്കാൻ കഴിയില്ലെന്ന സങ്കടത്തിലിരിക്കുന്ന ഡാനിക്കുട്ടൻ, ഡെൽനമോളുടെ മാമോദിസയും സഹോദരൻ്റെ പിറന്നാളും ആഘോഷിക്കാൻ കാത്തിരുന്ന കുടുംബത്തിലേക്കാണ് ഇടുത്തി പോലെ ദുരന്തം വന്നെത്തിയത്. ഒരു നിമിഷത്തെ അമ്മൂമ്മയുടെ മാനസിക വിഭ്രാന്തിയാണ് 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ജീവനെടുത്തത്. മകളുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ കറുകുറ്റി സ്വദേശിനി റോസ്ലിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച റോസ്ലി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. രാവിലെ കുട്ടിയുടെ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ അമ്മൂമ്മ ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. അവർ ആശുപത്രിയിലായിരുന്നു, പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ അമ്മൂമ്മ കുറ്റം സമ്മതിച്ചതായാണ് പോലീസിൽ കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കുടുംബത്തോടുള്ള ദേഷ്യം കൊണ്ട് താനത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളാണ്. വിഷാദ രോഗത്തിനടക്കം മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരിങ്ങനെ ചികിത്സയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ മൊഴികൾക്ക് ഈ രീതിയിൽ തന്നെയാണ് പോലീസ് അത് കണക്കിലെടുത്തിരിക്കുന്നത്. നിലവിൽ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെല്ലാം വകുപ്പുകൾ വേണം എന്നതടക്കം, പ്രത്യേകിച്ച് ഈ രോഗാവസ്ഥയടക്കം അതിലേക്ക് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഏതെല്ലാം വകുപ്പുകളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്നായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ഇവരെ കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഇത്തരം നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടിയുടെ അമ്മ കുട്ടിയുടെ അമ്മൂമ്മയുടെ സമീപം ഉറക്കാൻ കിടത്തിയിട്ട് അടുക്കള ജോലിക്ക് നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കരച്ചിൽ കേട്ട് ഇവിടേക്ക് വരികയും ചോരയിൽ കുളിച്ച് കിടക്കുന്ന കുട്ടിയെ കാണുകയും ചെയ്യുന്നത്. ആദ്യം ഇതെന്തെന്ന് മനസ്സിലായില്ല. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അമ്മൂമ്മയും അബോധാവസ്ഥയിലേക്കാകുന്ന ഒരവസ്ഥ വന്നു. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു കഴുത്ത് കുട്ടിയുടെ മുറിപ്പെടുത്തിയതാണ് എന്ന വിവരം മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ ഒരു സംശയമാണ് പിന്നീട് പോലീസിലേക്ക് വിവരം അറിയിച്ചത്. പോലീസ് ഫോറൻസിക് വിഭാഗത്തിൽ പരിശോധന നടത്തുകയും കുട്ടിയുടെ കഴുത്ത് മുറിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി അടക്കം കണ്ടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ സംഭവം വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം ഉച്ചയോടുകൂടി വിട്ടുകൊടുക്കുകയും വൈകിട്ട് അങ്കമാലി ഇടക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലാണ്, അവിടെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകളടക്കം നടന്നത്. വീട്ടിൽ കറുകുറ്റിയിലെ വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ച കുട്ടിയുടെ മൃതദേഹത്തിൽ വലിയ രീതിയിൽ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒത്തിരി പേര് അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ ആഴത്തിൽ മുറിപ്പെടുത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ആൻ്റണി റൂത്ത് ദമ്പതികളുടെ ഇളയ കുട്ടിയാണ്, 6 മാസം പ്രായമുള്ള കുട്ടിയാണ് മരണപ്പെട്ടത്. ഇതിൽ അവരുടെ മൂത്ത മകൻ 4 വയസ്സുകാരനായ ഡാനിയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ ദിവസത്തിൽ തന്നെയാണ് ഈ കുടുംബത്തിന് ദാരുണമായ ഈ സംഭവം കൂടി വീട്ടിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഇതിനുശേഷം പോലീസ് മറ്റു നടപടികളിലേക്ക്, കാരണം ഇതൊരു കൊലപാതകം തന്നെയാണ്, അതുകൊണ്ട് ആ നടപടികളിലേക്ക് അടക്കം പോലീസ് കടന്നിരിക്കുന്നവർക്ക് മാനസിക വിഭ്രാന്തി അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും മറ്റു നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മൂമ്മയെ കഴിഞ്ഞ ദിവസം പോലീസ് ആശുപത്രിയിലാക്കുകയും കസ്റ്റഡിയിൽ വയ്ക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും തുടർന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്.